കൊടുക്കുക അല്ലേ. 2010 മോഡൽ വണ്ടിക്ക് 1.5 ലക്ഷം രൂപ ഫിനാൻസ് കിട്ടും. വണ്ടീൻ്റെ വില 2,10,000 രൂപയാണ്. നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. നല്ല റെഡ് കളർ സ്വിഫ്റ്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ 18-20 അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി. ഇത് നമുക്ക് എന്താ പ്രൈസ്? ഇതോടെ ആസ്കിന് 1,90,000. 1,90,000 രൂപയ്ക്ക് 2009 അല്ലേ, സോറി 4 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതും കൊണ്ടുപോകാം. അതും 3 to 3.5 വരെ ഫിനാൻസും കിട്ടും. 2014 VDI വണ്ടിയാന്ന് ആലോചിക്കണം. 4 ലക്ഷം രൂപ. നമ്മുടെ KS കാർസിൽ നിന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് കേട്ടോ. രണ്ടാമത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് കുറച്ചധികം ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന മാരുതിയുടെ ഒരു നിര തന്നെ ഇവിടെ നിരന്ന് കിടക്കുന്നുണ്ട്. സ്വിഫ്റ്റ്, റിറ്റ്സ്, ഇഗ്നിസ് അങ്ങനെയുള്ള കുറേയധികം വണ്ടികളുണ്ട്. ഓട്ടോമാറ്റിക്, പെട്രോൾ, ഡീസൽ, മാനുവൽ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ല വണ്ടി നോക്കുന്ന ഒരാൾ പോലും ഈ ഒരു എപ്പിസോഡ് മിസ് ചെയ്യരുത്. നമ്മൾ ഇവിടുത്തെ ഒരു എപ്പിസോഡ്, കഴിഞ്ഞ ഒരു എപ്പിസോഡ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് വേറെയും കുറച്ചധികം വളരെ ലോ ബഡ്ജറ്റിലുള്ള പെട്രോൾ വണ്ടികൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ. നിങ്ങൾക്ക് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയറും കൂടി ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. അപ്പോൾ ഇവരുടെ പുതിയ ഷോറൂമാണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു വീഡിയോ നമ്മൾ ആദ്യമായിട്ട്, അതായത് പുതിയ ഷോറൂമിലേക്ക് മാറിയിട്ട് ഫസ്റ്റ് വീഡിയോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിക്കാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. ഒരുപാട് വണ്ടികളെന്ന് പറഞ്ഞാൽ ഒരുപാട് വണ്ടികളുണ്ട്. അതിനകത്ത് കുറച്ച് SUV വണ്ടികളൊക്കെ ഉണ്ട്, ലോ ബഡ്ജറ്റിലുള്ള. അതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നിരന്ന് കിടക്കുന്ന നല്ല നല്ല കിടിലൻ വണ്ടികൾ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ഒന്ന് ഷെയറും കൂടി ചെയ്തോ. നല്ല വണ്ടികൾ നോക്കുന്നവരെല്ലാവരും ഇതൊന്ന് കണ്ടോട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റും. കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ KS കാർസിൽ നിന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് കേട്ടോ. രണ്ടാമത്തെ എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് നമ്മുടെ മുസഫിർ തന്നെയാണ്. നമുക്ക് ഇന്നും പൊളിക്കണം കേട്ടോ. കുറച്ചധികം ലോ ബഡ്ജറ്റ് വണ്ടികൾ കാണിക്കണം. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ മറക്കാണ്ട് കയറി കണ്ടോ. അതിൻ്റെ അകത്ത് വളരെ 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 ലോ ബഡ്ജറ്റിലുള്ള ഒരുപാട് വണ്ടികൾ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യം വരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്ന വണ്ടികൾ ഒരുപാടെണ്ണുണ്ട്. ആ വീഡിയോ എന്തായാലും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. മറക്കാണ്ട് കയറി കാണണം. ഈ എപ്പിസോഡിലും കുറച്ചധികം നല്ല വണ്ടികൾ അല്ലേ, സുസുക്കിയാണ് അല്ലേ. ഓ ശരിയാണ്. ഈ ഒരു നിരയിൽ കുറേ അധികം സ്വിഫ്റ്റുകളാണ് കേട്ടോ. സ്വിഫ്റ്റും എല്ലാം മാരുതി സുസുക്കി തന്നെയാണ് മിക്കവാറും വണ്ടികൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സ്വിഫ്റ്റ് നിങ്ങൾ പറഞ്ഞു തുടങ്ങാം അല്ലേ. സ്വിഫ്റ്റ് ഏതാ മോഡലൊക്കെ? 2010 ലാസ്റ്റ് വണ്ടിയാണ്. 10 ലാസ്റ്റ് വണ്ടി, സിംഗിൾ ഓണർ, ഡീസൽ, സിംഗിൾ ഓണറാണ്. പിന്നെ 1.15 ഓടിയിട്ടുണ്ട്. ഒരു റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഓക്കെ, അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി തന്നെയാണ്. ബോഡി വൈസ് ഒക്കെ ആണെങ്കിലും വൃത്തിയുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാം അല്ലേ. ഓക്കെ, ടയർ ഭാഗങ്ങളാണെങ്കിൽ ഏകദേശം ഒരു 60% ഉണ്ട് കേട്ടോ. ഇന്റീരിയർ നല്ല സീറ്റ് കവറും കാര്യങ്ങളും അതും ഉണ്ട്. കമ്പനി സീറ്റാണ്, അതൊന്നും മാറിയിട്ടില്ല അല്ലേ. ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ 2010 സിംഗിൾ ഓണർ വണ്ടിയൊക്കെ കാണുമ്പോൾ ആവശ്യമുള്ളവർ എടുത്തു വെക്കുക അല്ലേ. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ വണ്ടി. ക്വാളിറ്റി വണ്ടിയാണ്. എന്താ പ്രൈസ് വരുന്നത്? ഇത് 2.10. നമുക്ക് 1.5 വരെ ഫിനാൻസ് കൊടുക്കാം അല്ലേ. 2010 മോഡൽ വണ്ടിക്ക് 1.5 ലക്ഷം രൂപ ഫിനാൻസ് കിട്ടും. വണ്ടീൻ്റെ വില 2,10,000 രൂപയാണ്. ഏകദേശം ഒരു 60,000 രൂപ കൊണ്ട് വന്നാൽ ഇറക്കി കൊണ്ടുപോകാം. നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാനാണ് നിങ്ങൾക്ക് പറ്റുന്ന വണ്ടി കേട്ടോ. അത്യാവശ്യം കുറച്ച് പൈസ മുടക്കിയിട്ടുള്ള ഒരു സാധനം കൂടി കാണിച്ചു തരാം. കുറച്ച് സ്കേർട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി അലോയ് വീൽ ഇട്ടിട്ടുണ്ട്. ലോ പ്രൊഫൈൽ ടയർ ഉണ്ട്. ലോ പ്രൊഫൈൽ ടയർ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട്. മോഡലോ ഇത് LXi ആണ്, ഫുള്ള് VXi കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. 4 ഡോർ വിൻഡോ ഒക്കെ ഉണ്ട്. അതെ, 2016 മോഡല്. പിന്നെ പെട്രോൾ VXi ആണ് കേട്ടോ. സാധാ സംഭവം LXi ആണ്, പക്ഷേ VXi ആക്കിയിട്ട് 4 ഡോർ വിൻഡോ ഒക്കെ ചെയ്തിട്ട് നല്ല സീറ്റ് കവർ, ഇന്റീരിയർ ഒക്കെ ശരിക്കും എക്സ്ട്രാ നീറ്റാണ് കേട്ടോ. വണ്ടീൻ്റെ ബോഡി വൈസ് ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്. ഇത് ശരിക്കും കിലോമീറ്ററോ 83,000 ജെനുവിനായിരിക്കും അല്ലേ. പിന്നെ 16 മോഡലും കൂടി ഉണ്ടല്ലോ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല. ക്ലീൻ വണ്ടി. എത്രയ്ക്ക് കൊടുക്കാം? 4,50,000 ആണ്. 4.5 ലക്ഷം രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്. മാറ്റം വരുത്താം അല്ലേ. 4 lakh വരെ ഫിനാൻസും കൊടുക്കാം. 4 ലക്ഷം വരെ ഫിനാൻസ് കിട്ടും. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഓൾറെഡി ഉണ്ട്. 4 ലക്ഷം IDV ഉണ്ട്. ഓക്കെ, 4 ലക്ഷം IDV ഉണ്ടെങ്കിൽ എന്തായാലും 4 ലക്ഷം രൂപ ലോൺ കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. നല്ല റെഡ് കളർ സ്വിഫ്റ്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ. ഇനി ഇതാണെങ്കിലോ ഡിസയർ 2009 മോഡൽ ഡിസയർ ആണ്. 9 ഡിസയർ അല്ലേ. ഈ കൊല്ലം ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. നവംബർ വരെ പേപ്പർ ഓൾറെഡി ഉണ്ട്. ഇത് VDI ആണോ? ഡീസൽ അല്ലേ? VDI അല്ലേ? ഓക്കെ, മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല. കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. 3ാമത്തെ ഓണർഷിപ്പ് ആണ്. 83 മീറ്ററിൽ കാണുന്നത്. ജെനുവിനാണോ എന്ന് അറിയില്ല. അത് പറയുന്നുമില്ല ജെനുവിനാണെന്ന്. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. ഈ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ലെന്ന് ഗ്യാരണ്ടി അല്ലേ? അത് ഗ്യാരണ്ടിയാണ് കേട്ടോ. പിന്നെ വേറെ അപാകതകളായിട്ട് എന്തെങ്കിലും നിലവിലൊന്നുമില്ല. ഓക്കെ, ഇതിനും ഏകദേശം നമുക്കൊരു 17, 20, 18 മൈലേജ് കിട്ടൂലേ. 18 to 20 അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി. ഇത് നമുക്ക് എന്താ പ്രൈസ്? ഇതോടെ ആസ്കിന് 1,90,000. 1,90,000 രൂപയ്ക്ക് 2009 അല്ലേ, സോറി 2009 വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. 1 lakh ഫിനാൻസും കൊടുക്കാം. ഫിനാൻസും കിട്ടും അല്ലേ. ലോ ബഡ്ജറ്റിനൊക്കെ വേറെ എവിടെയെങ്കിലും ഫിനാൻസ് കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇവിടെ കിട്ടും. ഇനി ഇതാണെങ്കിലോ? ഇത് 2014 ആണ്. 14 VDI. ഓക്കെ, ഇതിനകത്ത് മെയിനായിട്ട് പറയേണ്ടത് ഫ്രണ്ടിൽ 2 അടിപൊളി ഒരു പുതിയതെന്ന് തന്നെ പറയാം അല്ലേ.
മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഓടിക്കാൻ പറ്റുന്ന ടയറുണ്ട്. പിന്നെ ഓട്ടം 1.45 ഒക്കെ ഏകദേശം ജെനുവിൻ ആയിരിക്കും കേട്ടോ. 14 വണ്ടിയും കൂടി ഉണ്ട്. പിന്നെ വീഡിയോ ആയതുകൊണ്ട് തന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ എന്നിങ്ങനെയുള്ള ബേസിക് സാധനങ്ങളൊക്കെ കമ്പനി ഫിൽഡ് ആയിട്ട് വരും. പക്ക വർക്കിംഗ് ആണല്ലേ. ഓക്കെ, ആ മെയിൻ ക്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. നല്ല സീറ്റ് കവർ ഉണ്ട്. ഇതിനെന്ത് വില വരും? ഇത് 4 ലക്ഷം. 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതും കൊണ്ടുപോകാം. അതും 3 to 3.5 വരെ ഫിനാൻസും കിട്ടും. 2014 VDI വണ്ടിയാണെന്ന് ആലോചിക്കണം. 4 ലക്ഷം രൂപ. നെഗോഷ്യബിൾ അല്ലേ പ്രൈസൊക്കെ? എന്തായാലും ഒരു 3 സംതിങ്ങിനൊക്കെ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം അല്ലേ? ഉറപ്പായിട്ടും തരും. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട് കേട്ടോ. അതെന്തായാലും ഇവർ ചെയ്തു തരും, നോക്കിക്കോ. ഇനി ഇതാണെങ്കിലോ? ഇത് 2008 മോഡലാണ്. 28 വരെ പേപ്പർ എടുത്ത്. 28 വരെ പേപ്പറും ഉണ്ട്. സെക്കൻഡ് ഓണർ ഉണ്ട്. ഓട്ടം പറയണോ? ഓട്ടം ഇത് 1.20 ഓട്ടോ ഓടിയിട്ടുണ്ട്. അങ്ങനെ എന്താണ് കാണിക്കുന്നത്? സെക്കൻഡിലോട്ടോ 4.5 ആണ്. അപ്പോൾ ലോണൊക്കെ കിട്ടാൻ പാടായിരിക്കും അല്ലേ? ലോൺ ഇതിപ്പോൾ നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റും. 2008 വണ്ടിയാണ്, അതിന് നിങ്ങൾക്ക് ലോൺ കിട്ടും. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ല. അതേപോലത്തെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല ക്ലീൻ ആണ്. നമ്പർ ആയ വണ്ടി കേട്ടോ. ഇത് എവിടുന്ന നമ്പർ ആയ? കർണാടകന്നായിരിക്കും അല്ലേ? എന്താ അറിയത്തില്ല, ഇതിൽ നമ്പർ ആയത് വണ്ടിയാണ്. സംഭവം ഡിസൈർ ആണ്. എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ചിലപ്പോൾ ടാക്സി ഓടിയ വണ്ടിയൊക്കെ ആയിരിക്കാം. അപ്പോൾ വണ്ടീൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ഒരു കാരണവശാലും വണ്ടി ഡയറക്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യാണ്ട് എടുക്കരുത്. ഇത് നമുക്ക് എന്ത് വില വരും? ഇതിവിടെ 1.90. 1.90 അല്ലേ? ഓക്കെ, 1,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതും കൊണ്ടുപോകാം. ചെക്ക് ചെയ്തോളൂ. 1 ലക്ഷം രൂപ ലോൺ കിട്ടും അല്ലേ? ഇനി ഇതാണെങ്കിലോ? ഇത് 2010 മോഡൽ സ്വിഫ്റ്റ്. 10 മോഡൽ സ്വിഫ്റ്റ് ആണ്. ഓക്കെ, ഇത് ഡിസൈർ അല്ല കേട്ടോ, സാധാ സ്വിഫ്റ്റ് ആണ്. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് ഇവിടെ കുറേ സ്വിഫ്റ്റ് ഉണ്ട്. കാണിക്കുന്ന എല്ലാം സ്വിഫ്റ്റ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇതിങ്ങനെ വീണ്ടും കാണിക്കുന്നത്. എല്ലാം ഓരോ മോഡലും ഓരോ അവസ്ഥയിലുള്ള വണ്ടികളാണ്, അതുകൊണ്ടാണ്. ഇത് 2008 അല്ലേ പറഞ്ഞത്? 10. എത്ര ഓടിയിട്ടുണ്ട് അറിയോ? 1.6. അതായത് കാണിക്കുന്നതാണ്, ജെനുവിൻ ആണോ എന്നറിയില്ല, ചെക്ക് ചെയ്തോളൂ. സീറ്റ് കവറൊക്കെ നല്ല വൃത്തിയാണ്, കമ്പനി വന്ന സീറ്റാണ്. മെക്കാനിക്കിന് നല്ല ഫിറ്റാണ് വണ്ടി. അതെ അല്ലേ? പിന്നെ ഇന്ത്യയിലൊക്കെ കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം നല്ല വൃത്തിക്ക് യൂസ് ചെയ്താണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ ഒക്കെ കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുന്നതാണ്. പിന്നെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം, ഫ്രണ്ടിൽ 2 പുത്തൻ ടയറും കിടപ്പുണ്ട് കേട്ടോ. അപ്പോളോൻ്റെ ടയറാണ്. ബാക്കിലും ഉണ്ട്, മോശമൊന്നുമില്ല. ഇത് നമുക്ക് എന്താ പ്രൈസ്? 2 ലക്ഷം രൂപ. 2010 വണ്ടി, 2 ലക്ഷം രൂപ, ഡീസലാണ്, നോക്കിക്കോളൂ. ഇനി ഇതാണെങ്കിലോ? ഇത് 2010 തന്നെയാണ്. ഇത് 2.20 കേട്ടോ. 2.20. ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഏകദേശം അവസ്ഥകളൊക്കെ സെയിം ആയിരിക്കും അല്ലേ? പിന്നെ എന്താണെന്ന് അറിയാം, ഞാൻ എല്ലാം ഇങ്ങനെ വീണ്ടും വലിച്ചു വാരി കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. അതായത് ഇവിടെ 10, 9, 8, 7 സ്വിഫ്റ്റ്, പിന്നെ 12, 11, 13, 14, 16 എല്ലാ ടൈപ്പ് സാധനങ്ങളുണ്ട്. ഇതിൽ 2 അലൈവിൽ ചെയ്തിട്ടുണ്ട്. വില 2,20,000 രൂപ അല്ലേ? 2,20,000. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ. അത്യാവശ്യം വണ്ടികളൊക്കെ നീറ്റാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. കുറേ നേരം സ്വിഫ്റ്റ് പറഞ്ഞ് ഞാൻ മടുത്തു. അതുകൊണ്ട് തന്നെ ഇനി ഒരു ഇഗ്നിസ് പറയാം. എന്നാലും മാരുതിന്ന് വിടാനൊരു ഉദ്ദേശമില്ല. ഇഗ്നിസ് ഏതാ മോഡൽ? 2018 ആണ്. നല്ല ഓഫറിൽ കൊടുക്കട്ടെ. 18 മോഡൽ ഓട്ടോമാറ്റിക്കാ? 2018 ഡെൽറ്റ ഓട്ടോമാറ്റിക് പെട്രോൾ ആണ്. അതുകൊണ്ട് തന്നെ കമ്പനി ഫിറ്റഡ് ആയിട്ട് ഒരുവിധം എല്ലാ സാധനങ്ങളും വരും. കീലസ് എൻട്രിയും ബട്ടൺ സ്റ്റാർട്ടും ഉണ്ടാവില്ല എന്ന് വെച്ചാൽ വേറെ ഒരു പ്രശ്നമില്ല. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 73,000. ജെനുവിൻ കിലോമീറ്റർ ആയിരിക്കും അല്ലേ? മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഹിസ്റ്ററിയൊക്കെ എടുത്തോളൂ, മാക്സിമം ചെക്ക് ചെയ്തോളൂ. പിന്നെ ഒരു റീപ്ലേസ്മെന്റും ഇല്ലാത്ത ഡെൽറ്റ 2018 വണ്ടി എന്താ വില? 4,60 കൊടുക്കാം. അടിപൊളി. 5 ലക്ഷം വരെ ലോൺ കിട്ടും. അതെന്തായാലും നന്നായിട്ടോ. റീപ്ലേസ് ഒന്നും ഇല്ലെന്ന് ഗ്യാരണ്ടി അല്ലേ? ഓക്കെ, 4,60,000 രൂപയ്ക്ക് 2018 ഡെൽറ്റ ഓട്ടോമാറ്റിക് വണ്ടി, 70 സംതിങ് ഓടിയ വണ്ടി അല്ലേ? നിങ്ങൾ സർവീസ് ഉണ്ട്. ഇത് മിസ് ചെയ്യണ്ട കേട്ടോ. ആരെങ്കിലും ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കിക്കോ, ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി ഈ സെലേറിയോ ആണെങ്കിലോ? 17 സെലേറിയോ. 17 സെലേറിയോ എത്ര ഓട്ടോ ഒക്കെ? 1,02,000 കിലോമീറ്റർ ഓടിയ 17 മോഡൽ സെലേറിയോ ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ബോണറ്റ് മാത്രം മാറിയിട്ടുണ്ട്. VXI എന്നല്ലേ പറഞ്ഞേ? ZXI. ഓക്കെ, അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. പിന്നെ കീലസ് എൻട്രി മട്ടച്ചേട്ടൊന്നും അന്ന് വരുന്നില്ല, അലോയ് വീലും ഇല്ല. ബാക്കി എല്ലാ സാധനവും ഉണ്ടാവും. സിംഗിൾ അല്ല, ഡബിൾ എയർ ബാഗ് ഉണ്ടാവും അല്ലേ? ഡ്യുവൽ എയർ ബാഗ് വരും. സിംഗിളേ ഉള്ളൂ. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് അങ്ങനെയുള്ള എല്ലാ സാധനവും ഉണ്ട്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഇല്ലാന്ന് ഗ്യാരണ്ടി അല്ലേ? അല്ല, അതൊക്കെ ബോണ്ട് അല്ലാണ്ട് വേറെ ഒന്നുമില്ലല്ലോ. എന്താ പ്രൈസ്? 4,20,000. ഓക്കെ, നല്ലൊരു വണ്ടിയാണ്. ഫിനാൻസും കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ ഫുൾ ഓണിലും കൊണ്ടുപോകാം. അത് നിങ്ങളൊന്ന് വന്ന് സംസാരിച്ചോളൂ കേട്ടോ. 4,20,000 ആണ്. ഇനി ഇതാണെങ്കിലോ? SX4. ഇത് 2011 ആണ്. നമുക്ക് 2.10 ആസ്ക് ചെയ്യുന്നുണ്ട്. ഡീസലാ? 2011 മോഡൽ ഡീസൽ SX4 ആട്ടോ. അത്യാവശ്യം മൈലേജ് കിട്ടും. നമ്മുടെ സെയിം കോട്ടറേറ്റ് എഞ്ചിൻ വരുന്ന സെയിം വണ്ടി. കുറച്ചുകൂടി വലിയ ഒരു സെഡാൻ വണ്ടിയാണെന്നേ ഉള്ളൂ.
കമ്പാരിറ്റീവ്ലി കുറച്ച് മാർക്കറ്റ് കുറവാണ്, അത്രേ ഉള്ളൂ. റീസെയിൽ വാല്യൂ കുറച്ച് റീസെയിൽ വാല്യൂ കുറച്ച് കുറവാണ്. പക്ഷേ ഈ സാധനത്തിൽ യാത്ര ചെയ്യാൻ ഒരു രക്ഷയില്ല കേട്ടോ. അത്രയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു വണ്ടിയാണ് ഇത്. ഓട്ടോ ഒക്കെ പറയണോ? ഓട്ടോ 1.20 ഓടിയിട്ടുണ്ട്. അത് കാണിക്കുന്നതാണ്. ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. മാക്സിമം ഷോറൂമിലൊക്കെ കൊണ്ടുപോയി ചെക്ക് ചെയ്യണം കേട്ടോ. പഴയ വണ്ടികളാണ്, ഞാനത് വീണ്ടും പറയുന്നത്. പിന്നെ നാളെ വന്നിട്ടൊരു വർത്താനം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ലല്ലോ. എന്താ പ്രൈസ്? 2.10 ആസ്ക് ചെയ്യുന്നുണ്ട്. 2.10 1 lakh ഫിനാൻസ് കൊടുക്കും. 1 lakh കൊടുക്കാം. അപ്പോൾ ഒരു 1 ലക്ഷം രൂപേൻ്റെ ഒക്കെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇത് ഇറക്കിക്കൊണ്ട് പോവാം. മാക്സിമം നിങ്ങൾക്ക് പ്രൈസ് നെഗോഷ്യബിൾ ആക്കി തരികയും ചെയ്യും. ഇനി ഈ സെലറി ആണെങ്കിലോ? ഇത് 2015 ZXi ഓട്ടോമാറ്റിക് ആണ്. 15 ZXi ഓട്ടോമാറ്റിക്. അടിപൊളി. ZXi ഓട്ടോമാറ്റിക് വണ്ടി ആർക്കെങ്കിലും മോഡൽ കൂടിയത് വേണമെങ്കിൽ നോക്കിക്കോ. 15 മോഡലുണ്ട്. ഓട്ടോ 78 റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണറാണ് തോന്നുന്നുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ZXi ആയതുകൊണ്ട് തന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വരും. ഒരു റീപ്ലേസും ഇല്ല എന്നുള്ളതാണ് മെയിൻ ഗുണം. 70 സംതിങ് ഓടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ 2 ടയർ അത്യാവശ്യം കട്ടയുണ്ട്. എന്താ പ്രൈസ്? 4.10. സെയിം റേറ്റ് അല്ലേ? മറ്റേ 4.20 4.10. അതായത് 15 വണ്ടിക്ക് 15 അത് 17 ആണ്. 17. ബോണ്ട് റീപ്ലേസ് ഉണ്ട്. റീപ്ലേസ് ഒന്നും അതുകൊണ്ടാണ് ചെറിയ വ്യത്യാസം വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും 15. പിന്നെ വേറൊരു കാര്യം, ഇത് ഓട്ടോമാറ്റിക് കൂടിയാണ്, അത് മറക്കരുത്. ഓട്ടോമാറ്റിക് AMT വരുന്ന വണ്ടി ലോ ബഡ്ജറ്റിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ. ഇനി ഈ SX4 ആണെങ്കിലോ? അത് 2011 സെയിം റേറ്റ് 2.10 കേട്ടോ. 11 തന്നെയാണ്. സെയിം റേറ്റ് 2.10. സെയിം റേറ്റ് അല്ലേ? 2011 വണ്ടി സെയിം റേറ്റ് 2.10. അപ്പോൾ നേരത്തെ കാണിച്ച സെയിം വണ്ടിയാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്ന സീറ്റ് കവർ വരെ സെയിം ആണ് കേട്ടോ. അത് നോക്കിയാൽ മതി. പിന്നെ ഇവരുടെ നമ്പർ ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. മേൽഭാഗത്ത് വീഡിയോൻ്റെ റൈറ്റ് സൈഡിൽ മേൽഭാഗത്ത് എഴുതിയും വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ നമ്പർ എടുത്തിട്ട് നിങ്ങൾ പിന്നെ ഇവരെ കോൺടാക്ട് ചെയ്തോ. ജസ്റ്റ് വാട്സാപ്പിലേക്ക് ഒരു ഹായ് അയച്ചാൽ അതിന് ഓട്ടോമാറ്റിക് ലിങ്ക് നിങ്ങൾക്ക് പോകും. അതിന് ഫസ്റ്റത്തെ ലിങ്കിൽ നമ്മൾ ഫുള്ള് കാറ്റലോഗ് ഉണ്ടാവും. സെക്കൻഡ് ലിങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ അത് മിസ് ചെയ്യണ്ട കേട്ടോ, മറക്കാണ്ട് ഒന്ന് അയച്ചു കൊടുത്തു. അപ്പോൾ എന്തായാലും നമ്മുടെ KS കാർസിലെ ഈ ഒരു എപ്പിസോഡിലെയും അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു KS കാർസ് കാണുന്നുണ്ട്. ഇവരുടെ സെയിം ഷോറൂമാണ്. ഓപ്പോസിറ്റ് ആ റോഡിൻ്റെ അപ്പുറത്തുമായിട്ട് 2 സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും കുറേ വണ്ടികളുണ്ട്, അവിടെയും കുറേ വണ്ടിയുണ്ട്. എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു സണ്ണി കിടപ്പുണ്ട്. സണ്ണി ഏതാ മോഡൽ? ഇത് 2012 ആണ്. 12 XL കേട്ടോ. XL അല്ലേ? മിഡിൽ ഓപ്ഷൻ എന്ന് പറയാം. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വരും. ക്ലൈമറ്റ് കൺട്രോൾ, AC, ഡുവൽ എയർ ബാഗ് അങ്ങനെയുള്ള, അതായത് നമ്മുടെ മൈക്ര തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഡീസലാണ്, അത്യാവശ്യം മൈലേജും കിട്ടും. ഇത് ഓട്ടോക്ക് എത്രയാ? ഇത് ഓട്ടോ 1.20. 1.20 അല്ലേ? 1.20 ജെനുവിൻ ആണോ എന്ന് പറയണ്ട അല്ലേ? അതെ, മീറ്ററിൽ കാണുന്നതാണ് പറയുന്നത്. അത് ഒരു കാരണവശാലും ജെനുവിൻ ആണെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല. അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ചെക്ക് ചെയ്യാണ്ട് ഒരു കാരണവശാലും വണ്ടി എടുക്കരുത്. പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 2,70,000 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. കേരള വണ്ടി അല്ലേ? ഓക്കെ. റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ക്ലീൻ വണ്ടി 2,70,000 രൂപ. 12 മോഡൽ അല്ലേ? 2 lakh ഫിനാൻസും കിട്ടും. ഓക്കെ. അപ്പോൾ ബാക്കി നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോളൂ. നല്ലൊരു ക്രെറ്റയും കൂടി കാണിച്ചു കൊടുത്താലോ? ക്രെറ്റ ഏതാ മോഡൽ? 2018 ആണ്. 18 ന്യൂ ഷേപ്പ് വന്ന വണ്ടിയാണ് കേട്ടോ. അതായത് ടൈപ്പ് 2 ആണ്. ഇത് ശരിക്കും ഓട്ടോക്ക് എത്രയാ? ഇത് ഓട്ടോ 1.56. 1,56,000 ഡീസൽ മാനുവൽ സിംഗിൾ ഓൺഷിപ്പ് ആണ്. നമുക്കൊരു ഓഫർ വിലയിൽ 760 കൊടുക്കാം. എന്തോ പ്രശ്നം ഉണ്ടാവില്ല. വർക്ക് എടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. അതായത് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിട്ട് വർക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ വരിക, വന്നിട്ട് ഷോറൂമിലേക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ഫുൾ ലോൺ കിട്ടും വണ്ടിക്ക്. ഫുൾ ലോൺ കിട്ടും. 7,60,000 രൂപയ്ക്ക് 2018 വണ്ടി, അതും ന്യൂ ഷേപ്പ് വണ്ടി, അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടി. ഡീസൽ 1.4 അല്ലേ? ഓക്കെ. മോശമില്ല കേട്ടോ. അത്യാവശ്യം നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാം. ചെറിയ എന്തെങ്കിലുമൊക്കെ തട്ടുമുട്ടൊക്കെ ആണെങ്കിലും വില കുറച്ച് കിട്ടും. പക്ഷേ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. റീസെയിൽ മാർക്കറ്റ് വരുമ്പോൾ മാത്രമേ അതിന് വിഷയം വരുള്ളൂ. ഉപയോഗിക്കാൻ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാം. പിന്നെ 760 അല്ലേ പറഞ്ഞത്? 760 ഫുൾ ലോൺ. ₹1 കൊടുക്കണ്ട, അത് കൊണ്ടുപോകാം. ഡസ്റ്റർ ആണെങ്കിലോ? 2012 ആണ്. 12 മോഡൽ ഡസ്റ്റർ 85 110. ഓക്കെ. 110 ആകുമ്പോൾ മൈലേജ് ലേശം കുറയും, കംപ്ലൈൻറ്റ് ലേശം കൂടും. എന്നിരുന്നാലും ഇപ്പം നിലവിലത്തെ വണ്ടീൻ്റെ കണ്ടീഷൻ എന്താ? കുഴപ്പമൊന്നുമില്ല അല്ലേ? സീറ്റ് കവർ, അതുപോലെ തന്നെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. കിലോമീറ്റർ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ. വെറുതെ ചോദിച്ച് ഞാൻ മടുത്ത്. കാരണം വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്കൊരു 3.30 കൊടുക്കാം. 3,30,000 രൂപയ്ക്ക് 2012 വണ്ടി, ഒരു സ്വിഫ്റ്റിൻ്റെ പൈസക്ക് ഒരു ഡസ്റ്റർ കൊണ്ടുപോകാം. അത് 110 PS ആണ്. ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. 2 പേർ ഫിനാൻസ് കൊടുക്കാം. ഓക്കെ. അത് നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ. ഒരു വലിയ വണ്ടി, ടാറ്റ സുമോ ഗ്രാൻഡ് അല്ലേ ഇത്? മോഡലോ 2011 ആണ്. 11 വണ്ടിയാണ്. 7 സീറ്റർ. സിംഗിൾ ഓണറാ? സെക്കൻഡ് ഓണർ അല്ലേ? ഇത് ടാക്സി ഒന്നും കൂടി ഇതായിരിക്കില്ലല്ലോ? ഇത് നമ്പർ ആയതാണ്. ഓക്കെ. പിന്നെ വണ്ടീൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. കിലോമീറ്റർ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. എന്താ പ്രൈസ്? 1 കൊടുക്കാം. 1,50,000 രൂപയ്ക്ക് 2011 വണ്ടി എടുക്കും.
അതുപോലെ തന്നെ 7 സീറ്ററാണ്. അത്യാവശ്യം ഒരു ഫാമിലിക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വണ്ടി അല്ലേ. പിന്നെ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് അധികം ആൾക്കാരുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ, കാരണം അവർ ഏറ്റവും കൂടുതൽ എൻക്വയറി ചെയ്യുന്നൊരു വണ്ടിയാണ്. ചെന്നൈയിൽ നിന്നൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വന്ന് വണ്ടി എടുക്കുന്നുണ്ട്. എന്നാൽ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങളും ഈ പറഞ്ഞ പോലെ വണ്ടി നല്ലോണം നോക്കിയിട്ട് മാത്രം എടുത്തിട്ട് പോവുക. ഇനി ലോഡ്ജി ആണെങ്കിലോ? ലോഡ്ജി 2015 85 ആണ്. 1585. ഓക്കെ, 1585 എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ആ ഒരു ഡസ്റ്ററിൻ്റെ ഒക്കെ സെയിം എഞ്ചിൻ വരുന്ന 85 PS വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം മൈലേജ് കിട്ടും, ഒരു 17-18 മൈലേജ് സുഖമായിട്ട് കിട്ടും. അതായത് നാനോ അല്ല സോറി ഒരു ഇന്നോവ എടുക്കാൻ ആഗ്രഹിച്ചിട്ട് അതിന് പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിഷമം തീർക്കാൻ പറ്റുന്നൊരു വണ്ടി. ഒരു ഫാമിലിക്കൊക്കെ സുഖമായിട്ട് എടുത്ത് നല്ല വൃത്തിക്ക് ഉപയോഗിക്കാം. കാര്യമായ കംപ്ലൈൻറ്റുകളും ഇല്ല അല്ലേ. എന്താ പ്രൈസ്? ഇത് 390. 390. മോഡൽ ഏതാ പറഞ്ഞാൽ? 2015 മോഡൽ 390 കിട്ടും കേട്ടോ. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ, ക്ലീൻ വണ്ടിയാണ് കേട്ടോ. 2.5 ഫിനാൻസ് കൊടുക്കാം. 2.5 കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് നോക്കിക്കോ, ഇത് മിസ് ചെയ്യേണ്ട. ആർക്കെങ്കിലും 7 സീറ്റർ വണ്ടി വേണമെങ്കിൽ ഫുൾ എന്താ പറയുക മാക്സിമം ലോണിൽ നിങ്ങൾക്ക് ചെയ്തു തരും. ഏതെങ്കിലും വണ്ടീനെ നമുക്ക് കാണിച്ചതിൻ്റെ പുറമെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കാറ്റലോഗ് അയച്ചിട്ടുണ്ട്, വീഡിയോയിൽ ഒരു നമ്പർ വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്തുണ്ട്. കയറിയിട്ട് ഒരു മെസ്സേജ് അയച്ചാൽ ചറപറയാന കുറച്ച് ലിങ്ക് വരും, ഏതിൽ കയറിയാലും കാറ്റലോഗ് കിട്ടും. അപ്പോൾ നമുക്ക് അവസാന ഘട്ടങ്ങളിലേക്ക് പോലെ അവസാനത്തെ 2 വണ്ടി കേട്ടോ. ഇത് ഏതാ മോഡൽ? ഇന്നോവ 6 മോഡൽ 7 രജിസ്ട്രേഷൻ ഇന്നോവയാണ്. ടൈപ്പ് 4 ആണ്, G4 അല്ലേ. ഈ 6 മോഡൽ 7 ആകുമ്പോൾ ഇത് ഫുൾ കംപ്ലീറ്റ്ലി ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്താണ്. അപ്പോൾ ഒരുവിധം എല്ലാ സാധനങ്ങളും മാറിയതാണ്. ഇത് കിലോമീറ്റർ ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ. ഒരിക്കലും അല്ല, 100% ഗ്യാരണ്ടിയാണ്. കാരണം ആ കിലോമീറ്റർ ജെനുവിൻ അല്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആ വണ്ടീൻ്റെ കണ്ടീഷൻ, എഞ്ചിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. മേജർ റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ? വേറെ ഗ്ലാസ് ഉണ്ടല്ലോ, വേറെ ഒന്നുമില്ല. ഗ്ലാസ് മാത്രം അല്ലേ, ഒന്നുമില്ല. ഓക്കെ, കാരണം ബോണറ്റ്, ബമ്പർ, ഈ ഗ്രില്ല്, ഹെഡ്ലൈറ്റ്, ഫെൻഡർ എല്ലാം ടൈപ്പ് 4ലേക്ക് ആകുമ്പോൾ മാറും. അതുകൊണ്ടാണ് പറഞ്ഞത്. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്, അതിൻ്റെ ഒരു കുറവും വേണ്ട. മാറും അല്ലേ. എന്താ പ്രൈസ്? നമുക്ക് 3 രൂപ കൊടുക്കാം. 3.5. 2 ലാഖ് ഫിനാൻസും കൊടുക്കാം. 2 ലാഖ് ഫിനാൻസും കൊടുക്കാം. 3,50,000 രൂപയ്ക്ക് 2006 മോഡൽ 7 വണ്ടി കിട്ടും. ഇനി ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടിയാണ് കേട്ടോ. കുറേ വണ്ടി കാണിച്ചില്ലേ, മടുത്ത്, ഭയങ്കര ചൂടുമാണ്, വേർത്തൊലിച്ചൊലിച്ച് മടുത്ത്. ഇനി എൻജോയ് ചെയ്ത മോഡൽ? ഇത് 2013 ആണ്. 13 ഡീസലാണ്, അത്യാവശ്യം മൈലേജ് കിട്ടും. ഷെവർലെ ആയതുകൊണ്ട് മാത്രം വിലയില്ലാണ്ടായി പോയൊരു വണ്ടി. പോയി. അതെ, പിന്നെ ഇപ്പോൾ കമ്പനി പോലും ഇല്ലാത്തതുകൊണ്ടൊരു വിഷമം. 7 സീറ്ററാണ്. നിങ്ങൾക്ക് ഇതും അത്യാവശ്യം ലോ ബഡ്ജറ്റിലെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ് കേട്ടോ. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 3ാമത്തെ ഓണർഷിപ്പാണ്. 11 ഓടിയിട്ടുണ്ട്. ഓക്കെ, വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും നിലവിൽ എനിക്ക് കാണുന്നില്ല കേട്ടോ. എന്താ നമുക്ക് പ്രൈസ്? 2,40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു 7 സീറ്റർ വണ്ടി എടുക്കാം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ഒന്ന് പ്രോപ്പറായിട്ട് മാനേജ് ഒക്കെ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കംപ്ലൈൻറ്റും വരില്ല. 2.10 അല്ലേ. ഓക്കെ, അതൊക്കെ നിങ്ങളൊന്ന് ആ കാറ്റലോഗ് ഇവർ അയച്ചു തരും. അത് ഇവർ അയക്കൊന്നും വേണ്ട, നിങ്ങൾ ജസ്റ്റ് ആ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു ഹായ് അയച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വന്നോളൂ കേട്ടോ. നിങ്ങൾ നോക്കിയാൽ മതി, നല്ല വണ്ടികൾ ഏതെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും കേസ് കാർസിൽ ഈ ഒരു എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ കാണിക്കാത്ത കുറേ വണ്ടികളുടെ റീലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ. കാണാൻ മറക്കണ്ട, കുറേ വണ്ടികൾ ഇഷ്ടംപോലെ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലൻ എപ്പിസോഡായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.